ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്ക എന്ന വൻ ശക്തിയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. വൈറ്റ് ഹൗസിൽ അധികാരമേറ്റെടുത്ത ട്രംപ് ഭരണകൂടത്തിനു മുന്നിൽ ഇന്ന് സമാനതകളില്ലാത്ത വെല്ലുവിളികളാണ് ഉയരുന്നത്. ഒരു കാലത്ത് യുദ്ധവിമാനങ്ങൾ കൊണ്ടും സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടും ലോകത്തെ നിയന്ത്രിച്ചിരുന്ന അമേരിക്ക ഇന്ന് സ്വന്തം ആയുധപുരയിലെ കരുത്തും കറൻസിയുടെ മൂല്യവും ചോർന്നു പോകുന്ന അവസ്ഥയാണ് അഭിമുഖീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാനെതിരായ യുദ്ധമുഖത്ത് അമേരിക്ക ചിലവാക്കുന്ന ഭീമമായ തുക ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതാണ്. സൈനിക നടപടികളുടെ ആദ്യ 48 മണിക്കൂറിൽ മാത്രം ഏകദേശം 51,400 കോടി രൂപയുടെ ആയുധങ്ങളാണ് അമേരിക്കൻ സൈന്യം ഉപയോഗിച്ചു തീർത്തത്. അതായത് പ്രതിദിനം ഏകദേശം $2 ബില്യൺ യുദ്ധത്തിനായി മാത്രം ചെലവഴിക്കുന്നു. ഒരു ദീർഘകാല യുദ്ധത്തെ താങ്ങാനുള്ള സാമ്പത്തിക ശേഷി നിലവിലെ അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഉണ്ടോ എന്ന ചോദ്യം ട്രംപ് ഭരണകൂടത്തെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഈ സാമ്പത്തിക ചോർച്ച അമേരിക്കയെ ഉള്ളിൽ നിന്ന് തകർക്കുമോ എന്ന ആശങ്ക ഭരണകൂടത്തിനുള്ളിൽ തന്നെ വലിയ ഭിന്നതകൾക്ക് കാരണമായി കഴിഞ്ഞു. എന്നാൽ ഈ പ്രതിസന്ധി കേവലം സാമ്പത്തികമല്ല, മറിച്ച് ദശകങ്ങളായി അമേരിക്ക നിലനിർത്തിപ്പോന്ന ഏകധ്രുവ ലോകക്രമത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കം കൂടിയാണ്. അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളെയും നേരിടാൻ ക്രിങ്ക് എന്നറിയപ്പെടുന്ന ഒരു പുതിയ വൻശക്തി സഖ്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നത് ട്രംപിന്റെ ഉറക്കം കെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. ചൈന, റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നീ 4 രാജ്യങ്ങൾ കൈകോർക്കുമ്പോൾ അത് അമേരിക്കയ്ക്ക് നേരെ ഉയർത്തുന്നത് ഒരു ഫിനാൻഷ്യൽ ന്യൂക്ലിയർ വെപ്പണാണ്. പതിറ്റാണ്ടുകളായി ഡോളർ എന്ന ആയുധം ഉപയോഗിച്ചാണ് അമേരിക്ക ലോകരാജ്യങ്ങളെ നിലക്കി നിർത്തിയിരുന്നത്. സ്വിഫ്റ്റ് പോലുള്ള ബാങ്കിംഗ് ശൃംഖലകളിൽ നിന്ന് പുറത്താക്കി ഏതൊരു രാജ്യത്തെയും ശ്വാസം മുട്ടിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ 4 രാജ്യങ്ങളും ചേർന്ന് വികസിപ്പിച്ചെടുത്ത സ്വർണത്തിന്റെ പിൻബലമുള്ള ഡിജിറ്റൽ കറൻസി സിസ്റ്റം അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ പോകുന്നതാണ്. ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ഈ ഇടപാടുകൾ നിരീക്ഷിക്കാൻ അമേരിക്കൻ ട്രഷറിക്കോ ഫെഡറൽ റിസർവിനോ സാധിക്കില്ല എന്നതും ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്ന് യുദ്ധക്കളങ്ങളിൽ ഈ സഖ്യം നടത്തുന്ന നീക്കങ്ങൾ അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ അമ്പരിപ്പിക്കുകയാണ്. ഇറാൻ, റഷ്യ, ചൈന സഖ്യകക്ഷികൾ കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങുന്നതല്ല. യുക്രൈനിലും മിഡിൽ ഈസ്റ്റിലും ഒരേ സമയം പടരുന്ന സംഘർഷങ്ങളിൽ ഈ രാജ്യങ്ങൾ അദൃശ്യ ശൃംഖലകളായി പ്രവർത്തിക്കുന്നു. റഷ്യ തങ്ങളുടെ അത്യാധുനിക S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സാറ്റലൈറ്റ് വിവരങ്ങളും ഇറാനിലേക്ക് കൈമാറുമ്പോൾ പകരം ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാന്റെ പക്കൽ നിന്ന് റഷ്യ യുദ്ധമുഖത്തേക്ക് ഒഴുക്കുന്നത്. ഇതിനിടയിൽ ഉത്തര കൊറിയ തങ്ങളുടെ ഭീമമായ പീരങ്കി ശേഖരവും ആയുധങ്ങളും രക്ഷയ്ക്കായി തുറന്നു നൽകിയത് പടിഞ്ഞാറൻ ശക്തികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടം ഇതിനെയൊക്കെ ഉപരോധങ്ങൾ കൊണ്ട് നേരിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡിജിറ്റൽ യുദ്ധമുറയിലൂടെയും സമാന്തര സാമ്പത്തിക സംവിധാനങ്ങളിലൂടെയും ഈ ഉപരോധങ്ങളെ വെറും കടലാസ് കഷ്ണങ്ങളാക്കി മാറ്റാൻ ക്രിങ്ക് സംഘത്തിന് സാധിക്കുന്നുണ്ട്. ചൈനയാകട്ടെ ഒരു സഖ്യത്തിന്റെ സാമ്പത്തികവും നയതന്ത്രപരവുമായ കവചമായി പ്രവർത്തിക്കുന്നു. ഏഷ്യൻ മേഖലയിലെ ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള ഏത് കടന്നുകയറ്റവും അമേരിക്ക നേരിടേണ്ടി വരുമെന്ന ചൈനയുടെ മുന്നറിയിപ്പുകൾ ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥ മാറുന്നതിന്റെ തെളിവാണ്. ദശകങ്ങളായി അമേരിക്ക നിലനിർത്തിപ്പോന്ന പെട്രോ ഡോളർ സങ്കല്പം തകരുകയും പകരം സ്വർണത്തിന്റെയും ഡിജിറ്റൽ ആസ്തികളുടെയും കരുത്തിൽ ഈ ചതുർശക്തികൾ പുതിയൊരു സാമ്രാജ്യം പടുത്തുയർത്തുകയും ചെയ്യുന്നു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചൈനയും ഉത്തര കൊറിയയും തമ്മിലുള്ള ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കുന്നത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എത്രത്തോളം സുരക്ഷിതവും സുദൃഢവുമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ പരീക്ഷണമാണ്. ഒരു വശത്ത് പ്രതിദിനം ശതകോടിക്കണക്കിന് ഡോളർ ചോരുന്ന യുദ്ധമുഖങ്ങൾ, മറുവശത്ത് അമേരിക്കൻ ഡോളറിനെ അപ്രസക്തമാക്കാൻ ശ്രമിക്കുന്ന പുതിയ വൻശക്തി സഖ്യം. പഴയ തന്ത്രങ്ങൾ കൊണ്ട് ഇനി ഈ രാജ്യങ്ങളെ നേരിടാൻ കഴിയില്ല എന്ന് അമേരിക്കൻ സൈനിക വിദഗ്ധർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ആഗോള രാഷ്ട്രീയവും സമ്പദ് വ്യവസ്ഥയും ഒരു പുതിയ ശീതയുദ്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അമേരിക്കയുടെ ആധിപത്യം എന്നേക്കുമായി അവസാനിക്കുമോ എന്നതാണ് വരും ദിനങ്ങളിൽ ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ പോകുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ആഗോള ഭൂപടത്തിൽ അമേരിക്കയുടെ തണലില്ലാത്ത പുതിയൊരു അധികാര കേന്ദ്രം രൂപപ്പെട്ടു കഴിഞ്ഞു. അത് ട്രംപിന്റെയും അമേരിക്കയുടെയും ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുമെന്ന് ഉറപ്പാണ്.